ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചു. കുറ്റ്യാണി സ്വദേശി ജോയ് ആണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയാണ് മരണം ഉണ്ടായത്. കാറിലെത്തിയ 3 അംഗ സംഘമാണ് ഇന്നലെ രാത്രി ജോയിയെ വെട്ടിയത്. അഷിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അഷിൻ, ഇന്നലെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. ശ്രുതി, ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. ഈ കുറ്റ്യാണി സ്വദേശി ജോയ്ക്കാണ് വെട്ടേറ്റത്. കാറിലെത്തിയ 3 അംഗ സംഘമാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗുരുതരാവസ്ഥയിൽ ഇരുകാലിനും ഗുരുതരമായി വെട്ടേറ്റ ഇദ്ദേഹം ഏതാണ്ട് അരമണിക്കൂറോളം ഈ റോഡിൽ കിടക്കുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. രക്തം വാർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടെയാണ് ഈ ജോയ് മരണപ്പെടുന്നത്. ഈ കാറിൽ ഈ 3 അംഗ സംഘം ഇയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ പ്രതികളെ ആർക്കും പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ പൗടിക്കോണം വിഷ്ണുനഗറിൽ വാടകയ്ക്കാണ് ഈ ജോയ് താമസിച്ചിരുന്നത്. കാപ്പ കേസിൽ ജയിൽവാസം കഴിഞ്ഞ് 2 മാസം മുമ്പാണ് ജോയ് പുറത്തിറങ്ങിയത് എന്നും മനസ്സിലാക്കുന്നു. ഈ ഓട്ടോറിക്ഷയിലെത്തിയ ജോയിയെ കാറിലെത്തിയ സംഘം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ച് വെട്ടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു നീല കാറിലെത്തിയ സംഘമാണ് ജോയിയെ ആക്രമിച്ചതെന്നും പോലീസ് പറയുന്നു. എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് 2 മണിയോടുകൂടിയാണ് ജോയി ഗുരുതരാവസ്ഥയിലായിരുന്നു ജോയി മരണപ്പെട്ടത്. 2 കാലിനുമാണ് ഈ ജോയിയെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ചോര വാർന്നായിരുന്നു മരണം. മുക്കാൽ മണിക്കൂറോളം ഇദ്ദേഹം ഈ നടു റോഡിൽ തന്നെ കിടന്നു എന്നുള്ളതാണ്. പോലീസ് എത്തി, പോലീസ് ജീപ്പിലാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത്. ശ്രുതി. തിരുവനന്തപുരം ശ്രീകാര്യത്താണ് വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചത്. കുറ്റ്യാണി സ്വദേശി ജോയ് ആണ്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. വിശദാംശങ്ങളാണ് അഷിൻ ഡിയാഗോ നൽകിയത്.